നമസ്കാരം. ജോജി ഊട്ടിയിലൊരു ടൂറിസ്റ്റ് ഗൈഡാണല്ലോ. ജോജിയുടെ ഉത്തരവാദിത്തത്തിൽ ഒരു ഹോട്ടലിൽ താമസിപ്പിച്ച നന്ദിനിയുടെ പ്രകടനം ആകപ്പാടെ അലമ്പായിപ്പോയി. ജോജി വിളിപ്പിച്ചത് പ്രകാരം ഹോട്ടലിലെത്തി മാനേജരുമായി അടിയായി. ഒടുക്കം നന്ദിനി കാരണം പറയുന്നതിനിടെയാണ് എല്ലാവരും ഞെട്ടിപ്പോയ സംഭവം ഉണ്ടായത്. ഹോട്ടലിൽ കൊടുക്കാൻ കാശില്ലാത്തതിന് അങ്കമാലിയിലെ പ്രധാനമന്ത്രി എൻ്റെ അമ്മാവനാണ്, അങ്ങേരെ വിളിച്ചാൽ കാശ് അയച്ചു തരും എന്ന് പറഞ്ഞു നന്ദിനി. അപ്പോഴാണ് ജോജിക്ക് കാര്യം മനസ്സിലായത്, നന്ദിനിക്ക് വട്ടാണ് എന്ന്. അങ്കമാലിയിലെ പ്രധാനമന്ത്രി, അങ്കമാലിയുടെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് ജോജിയെയും നന്ദിനിയെയും ആയിരിക്കും. കിലുക്കം എന്ന സിനിമയിലെ കഥാപാത്രങ്ങളായിരിക്കും. അങ്കമാലി അതിനു മാത്രം ഉണ്ടോ? പ്രധാനമന്ത്രി ആക്കാൻ മാത്രം ഒരു രാജ്യമൊക്കെയാണോ? ഞാനത് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. വേണുനാഗവള്ളി കിലുക്കത്തിൻ്റെ സംഭാഷണം എഴുതിയതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഈ അങ്കമാലി എന്ന ചിന്തയാണ്. അങ്കമാലി ഒരു രാജ്യമാണോ? അങ്കമാലിക്ക് പ്രധാനമന്ത്രി ഉണ്ടോ? മുതലായ ആലോചന. എന്താണ് അങ്കമാലിയുടെ അർത്ഥം? അങ്കമാലിക്ക് പല അർത്ഥങ്ങൾ ഇല്ല. അങ്കമാലി എന്നാൽ തുറസായ സ്ഥലം എന്നാണ് നമ്മുടെ ശബ്ദതാരാവലിയിൽ ശ്രീകണ്ഠേശ്വരം എഴുതിയിട്ടുള്ളത്, അർത്ഥം കൊടുത്തിരിക്കുന്നത്. പിരിച്ചു നോക്കിയാലും അങ്കം മാലി, രണ്ടിനും സ്ഥലവുമായി ബന്ധപ്പെട്ട അർത്ഥങ്ങൾ കിട്ടും. ഇപ്പോൾ എന്താണ് അങ്കമാലിക്ക് പ്രാധാന്യം എന്നുകൂടി നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഞാൻ KC നാരായണൻ എഴുതിയ അങ്കമാലിക്ക് എന്താണ് അർത്ഥം എന്ന പുസ്തകം വായിച്ചപ്പോൾ നിങ്ങളോടുകൂടി അത് പങ്കുവെക്കാം എന്ന് വിചാരിച്ചാണ് വന്നത്. നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് എന്താണ് അർത്ഥം എന്ന് പല സമയങ്ങളിലും ആലോചിച്ച് നോക്കാറില്ലേ? എന്നിട്ടും ആ ആലോചന നമ്മൾ അതിൻ്റെ ഡെപ്തിലേക്ക് പോകണമെന്നില്ല, അതിങ്ങനെ മനസ്സിലേക്ക് കടന്നു വരും, വിടും. അറിഞ്ഞിട്ടും ഉപയോഗിച്ചു കൂടാത്തെടുത്ത് ചിലപ്പോൾ ഉപയോഗിക്കുന്ന പദങ്ങൾ, അല്ലെങ്കിൽ അസന്ദർഭത്തിൽ സന്ദർഭേതരമായ സമയത്ത്, വേണ്ടതല്ലാത്ത സമയത്ത് അനൗചിത്യത്തോട് ഉപയോഗിക്കുന്ന പദങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത്തരം പദങ്ങളുടെ പിന്നാലെ പോയി ചുഴിഞ്ഞിറങ്ങി രസകരമായി എഴുതിയ നിരവധി കുറിപ്പുകളുടെ ഒരു സമാഹാരമാണ് അങ്കമാലിക്ക് എന്താ അർത്ഥം എന്ന ഈ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച പുസ്തകം. അക്ഷരം പ്രതി എന്ന അദ്ദേഹത്തിൻ്റെ ജനകീയമായ ഒരു പങ്ക്തിയിൽ എഴുതിയ കുറിപ്പുകളുടെ സമാഹാരമാണ് മാതൃഭൂമി പുറത്തിറക്കിയത്. നിങ്ങളറിയാത്ത ചുക്കും ഉപരോധവും എന്ന ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ ചുക്കിൻ്റെ പ്രയോഗ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മലയാളിക്ക് ചുക്ക് എന്ന പ്രയോഗം, ചുക്ക് വെള്ളം കഴിഞ്ഞാൽ അടുത്തതായി പെട്ടെന്ന് വരുന്ന ഈ വർത്തമാന മലയാളിയുടെ ഓർമ്മ എന്ന് പറയുന്നത് പിണറായി വിജയൻ പറഞ്ഞൊരു വാചകമാണ്, ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന വാചകം. എന്താണ് ആ പ്രയോഗത്തിൻ്റെ ചരിത്രം എന്ന് KC നാരായണൻ വിശദീകരിക്കുന്നുണ്ട്. പണ്ട് അത് മറ്റൊരാളുടെ പ്രയോഗമായി പ്രചാരം നേടിയതാണ്. അന്ന് കഥകളിയിലാണ് സംഭവം. പ്രസിദ്ധ നടൻ വാഴയങ്കട കുഞ്ചുനായർ 1950 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിക്ക് എഴുതിയൊരു കത്താണ് കഥാപശ്ചാത്തലം. മുണ്ടശ്ശേരി കഥകളിയുടെ സങ്കീർണതകൾക്ക് എതിരായിരുന്നു. കഥകളി നിലനിൽക്കാൻ പ്രയാസമാണ് എന്നും നിലനിൽക്കണമെങ്കിൽ ബാലയാക്കേണ്ടി വരും എന്നൊക്കെ അദ്ദേഹം വാദിക്കാറുണ്ട്. ഒരു ദിവസം ഇത്തരത്തിലുള്ള വാദം അദ്ദേഹം വാഴയങ്കട കുഞ്ചുനായർ ഇരിക്കുന്ന സദസ്സിൽ വെച്ച് മുന്നോട്ട് വെച്ചു. ഇത് കേട്ട കുഞ്ചുനായർ ക്ഷോഭിച്ചിറങ്ങിപ്പോയി. വീട്ടിലെത്തിയ അദ്ദേഹം മുണ്ടശ്ശേരിക്ക് വിശദമായ കത്തെഴുതി, ആ രോഷം തണുക്കാൻ വേണ്ടി. ആ കത്തിൻ്റെ ഒടുവിൽ അദ്ദേഹം വിശദീകരിച്ച് എഴുതിയത്, അദ്ദേഹം ഈ കഥകളി നിലനിൽക്കും എന്ന വാദക്കാരൻ ആണ്, അതിനനുസരിച്ച് വാദങ്ങളാണ് നിരത്തിയത്. അവസാനം എഴുതിയത് മുണ്ടശ്ശേരിക്ക് കഥകളിയെപ്പറ്റി ഒരു ചുക്കും അറിയില്ല എന്നാണ്. നിങ്ങൾക്ക് ഈ പാർട്ടിയെപ്പറ്റി ഒരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഈ കഥകളിയെപ്പറ്റി മുണ്ടശ്ശേരിക്ക് ഒരു ചുക്കും അറിയില്ല എന്ന്. നീണ്ടകാലം ആ പ്രയോഗം നിരൂപകർക്കും സാഹിത്യ വിമർശകർക്കും ഒക്കെ ഇടയിൽ നിരന്തരം കടന്നു വരുമായിരുന്നു. 7 പതിറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷവും പക്ഷേ ആ പ്രയോഗം നിലവിലുണ്ടെങ്കിലും കഥകളി എന്ന സ്ഥാനത്ത് പാർട്ടിയായി. പിണറായി പറഞ്ഞു, ഈ പാർട്ടിയെപ്പറ്റി നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന്. എന്താണ് ഈ ചുക്ക്? ഉണങ്ങിയ ഇഞ്ചിയാണല്ലോ ചുക്ക്, അതായത് ശുഷ്കമായത്. പക്ഷേ അതിന് നല്ല ഗുണമേന്മയുണ്ട് എന്നുള്ളത് കൂടിയുണ്ട്. ചുക്കിൻ്റെ ഗുണമോ മേന്മയോ അറിയില്ല എന്ന് അർത്ഥം പറയാം. നിങ്ങൾക്ക് ഈ പാർട്ടിയെപ്പറ്റി ശുഷ്കമായ അറിവ് പോലുമില്ല എന്നും വേണമെങ്കിൽ പറയാം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയൻ ചെറ്റ എന്ന് വീണ്ടും പ്രയോഗിച്ചതിനെക്കുറിച്ച് നമ്മൾ അക്കാലത്തൊരു വീഡിയോയിൽ തന്നെ പരാമർശിച്ചിരുന്നു. വലിയ വിവാദമായിരുന്നു, ചാനൽ ചർച്ചകൾക്കൊക്കെ ഇടയാക്കിയിരുന്നു. അദ്ദേഹം മുമ്പും ചെറ്റത്തരം ചെയ്താൽ അങ്ങനെയല്ലേ പറയുക, ചെറ്റത്തരം ചെയ്യാൻ പാടില്ല എന്നൊക്കെ, നേരിട്ട് ചെറ്റ എന്ന് വിളിക്കില്ലെങ്കിലും ആ ചെറ്റ എന്ന പ്രയോഗം അദ്ദേഹം ഒരു തെറിവാക്കായി, അപകീർത്തിക്കുള്ളൊരു വാക്കായി പ്രയോഗിക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ സാമൂഹ്യ വിരുദ്ധമായി വരുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ആഴത്തിൽ തന്നെ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അത്തരം പ്രയോഗങ്ങൾ നടത്താറുണ്ട്. ആണത്തം, പെണ്ണിനെ പോലെ, ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ, ചെത്തുകാരൻ്റെ മകൻ, ഇങ്ങനെ ഒരുപാട് തൊഴിലിനെയും മറ്റും സാമൂഹ്യ സാഹചര്യങ്ങളെയും ഒക്കെ വർണ്ണം ഒക്കെ പ്രയോഗിച്ച് ഇങ്ങനെ പരിഹസിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഒരു പ്രയോഗത്തിൻ്റെ സാമൂഹ്യ വിരുദ്ധത മാധ്യമപ്രവർത്തകനായ റഹ്മാൻ തായലങ്ങാടിയുടെ ഒരു നിരീക്ഷണം പങ്കുവെച്ചുകൊണ്ട് KC നാരായണൻ നടത്തുന്നുണ്ട്. ചൊല്ലുകളെയും അതിലെ സാമൂഹ്യ വിരുദ്ധതയും കുറിച്ച് പറയുമ്പോഴാണ് അത്. മുടന്തൻ ന്യായം എന്ന നമ്മുടെ രാഷ്ട്രീയക്കാരുടെ അടക്കമുള്ള ഒരു നിരന്തര പ്രയോഗത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട്. മുടന്ത് ഒരു നുണയല്ല,
അന്യായമോ വളച്ചൊടിക്കപ്പെട്ട സത്യമോ അല്ല. മുടന്ത് ഭിന്നശേഷിയിലെ ഒരവസ്ഥ മാത്രമാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ നുണയനെയും അന്യായത്തെയും വളച്ചൊടിക്കപ്പെടുന്ന സത്യത്തെയും പൊലിപ്പിക്കാനും ഡെക്കറേറ്റ് ചെയ്യാനും മുടന്തൻ ന്യായം എന്ന ശൈലി പ്രയോഗിക്കുന്നത്? അത് ഭിന്നശേഷിക്കാരെ വേദനിപ്പിക്കുന്നു, അപമാനിക്കുന്നു. അതുകൊണ്ട് മുടന്തൻ ന്യായം എന്നത് ഇനി മുതൽ ആരെങ്കിലും ഉപയോഗിക്കുമ്പോൾ ഭിന്നശേഷി വിരുദ്ധമായി കണക്കാക്കുമെന്ന് അറിയിച്ചു കൊള്ളുന്നു എന്നുള്ള കുറിപ്പ് വെച്ചുകൊണ്ടാണ് കെ.സി. നാരായണൻ വിശദീകരിക്കുന്നത്. അതുപോലെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമ്മുടെ നിത്യ സംഭാഷണങ്ങളിൽ. മറ്റൊന്ന്, തെറ്റുവരുത്തുന്ന പദങ്ങൾ ഉണ്ട്. അത്തരം കൂട്ടത്തിലുള്ള പദങ്ങളെയും എടുക്കുന്നുണ്ട്. പര്യടനം, മുഖാന്തരം, പ്രതിനിധി, നക്കാപ്പിച്ച, ഒരു കെട്ട് പദങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ. ഇതൊക്കെ നമ്മൾ പ്രയോഗിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊരു പുനർവിചിന്തനം ചെയ്യാനുള്ള അവസരമായി ഈ അങ്കമാലിക്ക് എന്താ അർത്ഥം എന്ന പുസ്തകം മാറുന്നുണ്ട്. പലതും നമുക്ക് അറിയാവുന്നതാണ്. എന്തറിയാവുന്നത്? നാം തെറ്റിച്ച് പറയുന്നു എന്ന് അറിയാവുന്നത് തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവില്ല. ആ തിരിച്ചറിവ് കെ.സി. നാരായണൻ ഈ പുസ്തകത്തിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. അക്ഷരമാറ്റം കൊണ്ട് അർത്ഥം മാറിപ്പോകുന്നവ, അവ്യക്തമായവ, അനാവശ്യമായവ, തെറ്റിച്ച് പ്രയോഗിക്കുന്നവ, നിത്യജീവിതത്തിൽ പിഴവുകളോടെ എടുത്തുപയോഗിക്കുന്നവ, ഇങ്ങനെ ഭാഷാശാസ്ത്രത്തിൽ സങ്കീർണമായ കാര്യങ്ങളെ ലളിതമായി രസകരമായി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന കെ.സി. നാരായണൻ്റെ വൈദഗ്ധ്യം അങ്കമാലിക്ക് എന്താ അർത്ഥം എന്ന ഈ പുസ്തകം നമുക്ക് അനുഭവപ്പെടുത്തി തരുന്നുണ്ട്. വായിച്ചാൽ ഒരു അനുഭവം എന്നതിനപ്പുറത്ത് നമ്മുടെ ഭാഷയെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാക്കുന്ന പുസ്തകം കൂടിയാണ്. അങ്കമാലിക്ക് എന്താ അർത്ഥത്തിന് അതുകൊണ്ട് നിങ്ങളുടെ നിത്യജീവിതത്തിലും ചില ഇടപെടലുകൾ നടത്താൻ കഴിയും. അടുത്ത വീഡിയോയിൽ മറ്റൊരു പുസ്തകവുമായി വരാം. നന്ദി, നമസ്കാരം.